ഹായ് ഫ്രണ്ട്സ്, എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. നമ്മുടെ ലൈഫിൽ ചില സമയത്ത് നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകില്ല. കുറേ പ്രാർത്ഥിച്ചു നോക്കും, കുറേ പ്രത്യാശയോടെ പ്രതീക്ഷയോടെ വലിയ താല്പര്യത്തോടെ തന്നെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ടൊക്കെ പോകും. അങ്ങനെ ചിലപ്പോൾ ദിവസങ്ങൾ കഴിയും, മാസങ്ങൾ കഴിയും, വർഷങ്ങൾ തന്നെ കഴിഞ്ഞു പോകും. ആ സമയത്ത് ഈ ഡിസാസ്റ്ററായിട്ടും ഈ ചലഞ്ചായിട്ടും നമ്മൾ നേരിട്ടിരിക്കുന്ന ഈ പ്രശ്നത്തിൻ്റെ മുൻപിൽ പതിയെ പതിയെ നമ്മുടെ വിശ്വാസം അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന കുറഞ്ഞ് ഒടുവിൽ നമ്മളൊരു നിരാശയിലേക്ക് പോകും. എന്നാൽ മറിച്ച് ഇതിൻ്റെ പിന്നിൽ ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടെന്നോ ഒരു പ്ലാൻ ഉണ്ടെന്നോ ചിന്തിക്കാനോ അല്ലെങ്കിൽ ഒരു നല്ല വശമുണ്ട്, ഒരു നന്മയ്ക്കായി തീരുമെന്ന് വിചാരിക്കാനോ നമുക്ക് തീർച്ചയായിട്ടും പറ്റില്ല. ഇപ്രകാരം നിങ്ങൾ പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ഒരു രീതിയിലും അതിനൊരു സൊല്യൂഷൻ കാണാൻ പറ്റാതെ വലിയ കുഴപ്പത്തിലാണെങ്കിൽ ഈ കഥ നിങ്ങൾക്ക് വേണ്ടിയാണ്. ഒരിക്കൽ വലിയൊരു കപ്പൽ, അനേകം ആളുകളുള്ള ഒരു കപ്പൽ വലിയൊരു കൊടുങ്കാറ്റിൽപ്പെട്ട് കടലിൽ മുങ്ങിത്താഴുകയാണ്. ആ കപ്പലിൽ ഉണ്ടായിരുന്ന ഒരാൾ ഒഴിച്ച് സകലരും അവിടെ മരിച്ചു. അങ്ങനെ സർവശക്തനായ ദൈവത്തിൻ്റെ കരുണയാൽ ഒരു വ്യക്തി മാത്രം, ഒരു മനുഷ്യൻ മാത്രം രക്ഷപ്പെടുകയാണ്. അയാൾ ആ തിരകളിലൂടെ ഒഴുകി ഒരു ഡെസേർട്ടഡ് ഐലൻഡിലെത്തുകയാണ്. അബോധാവസ്ഥയിലായി കുറേ മണിക്കൂറുകൾക്ക് ശേഷം പതിയെ അയാൾക്ക് ബോധം വരികയാണ്. അയാൾ നോക്കുമ്പോൾ എങ്ങും ഒരു മനുഷ്യനെ പോലും കാണുന്നില്ല. അയാൾ നിലവിളിക്കാനും കരയാനും തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവത്തോട് സഹായം ചോദിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, എങ്ങനെയെങ്കിലും എന്നെ ഈ സ്ഥലത്തു നിന്നും രക്ഷിക്കണം, എനിക്ക് തിരിച്ചെൻ്റെ വീട്ടിൽ ചെല്ലണം, എന്നെ എങ്ങനെയെങ്കിലും സഹായിക്കണം. ആ എൻറ്റയർ ഡേ അയാൾ അവിടെ മുട്ടിന്മേൽ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് ദൈവത്തോട്. അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, പല ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോവുകയാണ്. ഒരു സഹായവും അയാൾക്ക് കിട്ടുന്നില്ല. അയാൾ ഏകനായിട്ട് ആ ഒരു ദ്വീപിൽ കഴിയുകയാണ്. അങ്ങനെ വളരെ നിരാശയോടെ പതിയെ അയാളുടെ വിശ്വാസം കുറഞ്ഞു പോകുന്നു. ഇനി 10-20 ദിവസമായി, ഇനി എന്തായാലും ആരും വരാനൊന്നും പോകുന്നില്ല എന്നെ അന്വേഷിച്ച്, ഒരു സഹായവും കിട്ടാൻ പോകുന്നില്ല, ഭക്ഷണവും വെള്ളവും ഒന്നുമില്ലാതെ വളരെ കഷ്ടപ്പെടുകയാണ്, ആരെയും കാണുന്നില്ല. അങ്ങനെ പതിയെ അയാളുടെ പ്രാർത്ഥന കുറഞ്ഞു. അയാൾ ചിന്തിച്ചു, ഇനി ഞാൻ ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ലല്ലോ. അങ്ങനെ പതിയെ അയാൾ അവിടെ മീൻ പിടിക്കാൻ തുടങ്ങി. മീൻ പിടിച്ച് അത് കഴിക്കും, അല്പം വെള്ളം കുടിക്കും. അങ്ങനെ അയാൾ ജീവിച്ചു തുടങ്ങി. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. പിന്നെയും ഒരു 10-20 ദിവസങ്ങൾക്ക് ശേഷം അയാൾ വളരെ കഷ്ടപ്പെട്ട് മരത്തിൻ്റെ കുറേ ബ്രാഞ്ചസും ഇലകളും പല സാധനങ്ങളൊക്കെ ആയിട്ട് ഒരു ചെറിയ കൂര, തനിക്ക് താമസിക്കാനായിട്ട് ഒരു ചെറിയൊരു കൂര പണിതെടുക്കുകയാണ്. അങ്ങനെ അയാൾ അതിൽ താമസിക്കും. പകല് ഒരുപാട് യാത്ര ചെയ്ത് ഒരുപാട് കഷ്ടപ്പെട്ട് മീൻ പിടിച്ച് അത് ഭക്ഷിച്ച് തിരിച്ച് തൻ്റെ ഈ കുടിലിലേക്ക് വരും ഉറങ്ങാനായിട്ട്. അങ്ങനെ പല ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം ഇയാൾ പതിവ് പോലെ മീൻ പിടിക്കാനായിട്ട് പോവുകയാണ്. അയാൾ തിരിച്ചു വരുമ്പോൾ കാണുകയാണ് തൻ്റെ ഒരേ ഒരു ആശ്രയമായിരുന്ന, തനിക്ക് വിശ്രമിക്കാനായിട്ട് താൻ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആ ചെറിയ കൂന കത്തുകയാണ്. കത്തി അതിൻ്റെ ചുറ്റുപാടുമുള്ള കാടുകളിലൊക്കെ ആ തീ പടർന്ന് വലിയ രീതിയിൽ അത് കത്തുകയാണ്. അയാൾ അവിടെ നിന്ന് കരയുകയാണ്, ദൈവത്തോട് ചോദിക്കുകയാണ്, ഞാൻ ദൈവമേ അങ്ങയോട് സഹായം മാത്രമേ ചോദിച്ചുള്ളൂ, സഹായം കിട്ടിയില്ല എന്ന് മാത്രമല്ല, എനിക്ക് ആകെ ഉണ്ടായിരുന്ന, ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഈ കുടിൽ പോലും നീ നശിപ്പിച്ച് കളഞ്ഞില്ലേ ദൈവമേ, നീയാണിത് കത്തിച്ചത്, ഇത് കത്തിച്ച് ചാമ്പലാക്കിയത് നീയാണ്. അങ്ങനെ ദൈവത്തെ ബ്ലെയിം ചെയ്യാൻ തുടങ്ങി.
ദൈവത്തെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. ദൈവം ഇത്ര ക്രൂവലാണോ? അങ്ങനെ പല പല ചോദ്യങ്ങളും അയാൾ അവിടെ നിന്ന് ചോദിക്കുകയാണ്. തൻ്റെ വിഷമത്തിൽ, തൻ്റെ സങ്കടത്തിൽ ദൈവത്തെ ബ്ലെയിം ചെയ്യുകയാണ്. അങ്ങനെ കരഞ്ഞ് കരഞ്ഞ് തളർന്ന് അയാൾ അവിടെ മയങ്ങി വീഴുകയാണ്. പിറ്റേന്ന് അയാൾ കണ്ണു തുറക്കുന്നത് തന്നെ വലിയ അലാം സൗണ്ട് കേട്ടിട്ടാണ്. ഒരു വലിയ ഷിപ്പ് ഈ ദ്വീപിലേക്ക് വരുന്നു. അയാൾ വളരെയധികം സന്തോഷവാനായി തീർന്നു. വേഗം തനിക്ക് രക്ഷപ്പെടാനുള്ള അവസാനത്തെ ഒരു ഘട്ടമാണത്, അവസാനത്തെ ഒരു പ്രതീക്ഷയാണ്. അയാൾ ചാടി കയറി കപ്പലിലോട്ട്. എന്നിട്ട് അയാൾ ആ ക്യാപ്റ്റനോട് ചോദിക്കുകയാണ്, നിങ്ങൾ എങ്ങനെയാണ് എന്നെ രക്ഷിക്കാനായിട്ട് ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം ഈ ദ്വീപിൽ വരുന്നത്? ക്യാപ്റ്റൻ പറഞ്ഞു, ഞങ്ങൾ നോക്കുമ്പോൾ ഈ ഐലൻഡിൽ നിന്നും ഫയർ സിഗ്നൽ കാണുകയാണ്, വലിയ രീതിയിൽ തീ കാണുകയാണ്. അത് കണ്ടിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്നത്. ആ നിമിഷം ഈ വ്യക്തി തിരിച്ചറിയുകയാണ്, മനസ്സിലാക്കുകയാണ്, ഓ, താൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആ കൂര കത്തിയ ആ തീ കണ്ടിട്ടാണ് ഇവർ തന്നെ രക്ഷിക്കാനായിട്ട് വരുന്നത്. അപ്പോൾ അയാൾ മനസ്സിലാക്കുകയാണ്, ഇത് ദൈവത്തിൻ്റെ ഒരു പ്ലാനായിരുന്നു. താൻ വിചാരിച്ച തുടക്കത്തിൽ തന്നെ തനിക്കൊരു ഹെൽപ്പ് കിട്ടും, പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഹെൽപ്പ് കിട്ടും. കുറച്ച് ദിവസങ്ങൾ താൻ വെയിറ്റ് ചെയ്തു ക്ഷമയോടെ. എന്നാൽ അത്രയ്ക്കങ്ങ് ക്ഷമ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. പിന്നെ അയാൾ കംപ്ലൈൻറ്റ് ചെയ്യാൻ തുടങ്ങി. അയാളുടെ പ്രാർത്ഥന ഉപേക്ഷിച്ചു. അവിടെ ജീവിക്കാൻ ആരംഭിച്ചു. എവിടെ പെട്ടോ അവിടെ ജീവിക്കാൻ തുടങ്ങി. പിന്നെ അയാൾ ചെറിയൊരു പ്രതീക്ഷയോടെ ചെറിയൊരു കൂരയൊക്കെ ഉണ്ടാക്കി അവിടെ അങ്ങ് താമസം തുടങ്ങി. അത് കത്തി അമരുന്നത് കാണുമ്പോൾ താൻ പിന്നെയും ദൈവത്തെ ബ്ലെയിം ചെയ്യുകയും കുറ്റപ്പെടുത്തുകയും കരയുകയും നിലവിളിക്കുകയും തകരുകയും ചെയ്യുകയാണ്. എല്ലാ പ്രതീക്ഷയും ഉപേക്ഷിക്കുകയാണ്. എന്നാൽ അത് ഒന്നിൻ്റെ അവസാനമായിരുന്നില്ല. അതെ പ്രിയപ്പെട്ടവരെ, ഈ കഥയിലെ പോലെ നാമും നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ ആദ്യമുണ്ടായിരുന്ന പ്രതീക്ഷയും പ്രത്യാശയും ഒന്നും ചില ദിവസങ്ങൾ കഴിയുമ്പോൾ ഉണ്ടാകുന്നില്ല. അതെല്ലാം നഷ്ടപ്പെട്ട് ക്ഷമയില്ലാതെ നാം ദൈവത്തെ പരിഹസിക്കുകയും കുറ്റപ്പെടുത്തുകയും ദൈവത്തോട് പല ചോദ്യങ്ങളും ചോദിക്കാൻ തുടങ്ങും. നമ്മൾ ആരോടാണ് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നതെന്ന് പോലും പലപ്പോഴും നമ്മൾ മറന്നു പോകും. നമ്മുടെ സൃഷ്ടാവിനോടാണ്, അല്ലേ? നമ്മൾ ബ്ലെയിം ചെയ്യാൻ തുടങ്ങും. എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിക്കുന്നത്? എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവത്തിന് നമുക്ക് എന്ത് തരണമെന്നും അതെപ്പോൾ തരണമെന്നും വ്യക്തമായിട്ട് അറിയാം. നമ്മുടെ പ്ലാനും പദ്ധതിയും പോലെ ഒന്നുമല്ല ദൈവത്തിൻ്റെ അതിൽ നിന്നും എത്രയോ മടങ്ങ് ഉയരത്തിലാണ്. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ ദയ തൻ്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. അത്രയും ഡിഫറൻസ് ഉണ്ട്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഒരു വാതിൽ അടഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവം മറ്റൊരു വഴി തുറന്നിട്ടുണ്ടാകും. ഒരു വഴി തുറന്നിട്ടേ ദൈവം നമുക്ക് നമ്മുടെ മുമ്പിലുള്ള മറ്റൊരു വാതിൽ അടയ്ക്കത്തുള്ളൂ. നമ്മൾ പ്രതീക്ഷിക്കുന്ന വാതിൽ അടഞ്ഞു പോയിട്ടുണ്ടാകും. എന്നാൽ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമുള്ള ദൈവത്തിൻ്റെ പ്ലാൻ അനുസരിച്ചുള്ള ഒരു വഴി ദൈവം തീർച്ചയായിട്ടും തുറന്നിട്ടുണ്ടാകും. അത് കാണാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. അതുകൊണ്ട് ഇനി ജീവിതത്തിൽ പരാജയങ്ങൾ നേരിട്ടാൽ, പ്രശ്നങ്ങൾ നേരിട്ടാൽ, പ്രതിസന്ധികൾ നേരിട്ടാൽ, നെവർ ലൂസ് ഹോപ്പ്. കീപ് യുവർ ഫേസ് സ്ട്രോങ്. ഗോഡ് ബ്ലെസ് യു.